ഹലോ ഫ്രണ്ട്സ്, ബ്രില്യൻ PSC കോച്ചിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +2 ലെവൽ പ്രിലിമിനറി എക്സാമും 10th ലെവൽ മെയിൻ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചോദ്യം 18. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ മുഖ്യ ശില്പി ആരായിരുന്നു? തോമസ് ജെഫേഴ്സൺ ആണ്. തോമസ് ജെഫേഴ്സൺ. ചോദ്യം 19. അമേരിക്കയിലെ എത്ര കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? 13 കോളനികൾ ചേർന്നാണ്. ചോദ്യം 20. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചോദ്യം 21. 1775 അമേരിക്കൻ കോളനി സേന ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ച നിവേദനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഒലിവ് ശാഖ നിവേദനം. ഒലിവ് ശാഖ നിവേദനം എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം 22. അമേരിക്കയിലെ കോളനി സേനയുടെ തലവൻ ആരായിരുന്നു? ചോദ്യം 22. അമേരിക്കയിലെ കോളനി സേനയുടെ തലവൻ ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ ആണ്. ചോദ്യം 23. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏതാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. ലിഖിത ഭരണഘടന അമേരിക്കയുടെയാണ്. ചോദ്യം 24. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. ചോദ്യം 25. സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനമായി നൽകിയ രാജാവ് ആരാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. ചോദ്യം 26. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്ക് നഗരത്തിനടുത്തുള്ള ദ്വീപിലാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്ക് നഗരത്തിനടുത്തുള്ള ദ്വീപിലാണ്. ചോദ്യം 27. അമേരിക്കയിലെ ആദ്യകാല കുടിയേറ്റക്കാർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? തീർത്ഥാടകർ അഥവാ തീർത്ഥാടക പിതാക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ചോദ്യം 28. അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ. ചോദ്യം 29. 1776 ജൂലൈ 4 പ്രാധാന്യം എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. 1776 ജൂലൈ 4 പ്രാധാന്യം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ചോദ്യം 30. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആഡംസ് ആണ്. ജോൺ ആഡംസ്. ചോദ്യം 31. അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷമാണ് 1790. അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം 1790. ചോദ്യം 32. അമേരിക്കൻ വിപ്ലവം ആസ്പദമാക്കി അങ്കിൾ ടോംസ് ക്യാമ്പൽ രചിച്ചത്? ചോദ്യം 32. അമേരിക്കൻ വിപ്ലവം ആസ്പദമാക്കി അങ്കിൾ ടോംസ് ക്യാമ്പൽ രചിച്ചതാണ് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ്. ചോദ്യം 33. അമേരിക്കൻ വിപ്ലവകാരികളെ സഹായിച്ച ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 16. ചോദ്യം 34. ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ പ്രസിഡന്റ് ആയ വർഷം 1789. ചോദ്യം 35. അമേരിക്കയുടെ തലസ്ഥാനം ആരുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു? ജോർജ് വാഷിംഗ്ടൺ. ചോദ്യം 36. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ജനറലായിരുന്ന ഗവർണർ ജനറൽ ആണ് കോൺവാലിസ് പ്രഭു ആണ്. കോൺവാലിസ് പ്രഭു. ചോദ്യം 37. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോർജ് വാഷിംഗ്ടൺ. ചോദ്യം 38. അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം 1789. ഈ ചോദ്യം എല്ലാവരും കാണുക. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.